ഇപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ളത്. ആമുഖമായി പ്രബലങ്ങളുടെ ശ്രീമതി ഏലിയാമ്മ മാത്യു എടുക്കേണ്ട തീരുമാനങ്ങളെക്കുറിച്ചും പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായി തന്നെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി, ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. എനിക്ക് മുൻപ് സംസാരിച്ച പ്രിയപ്പെട്ട മറ്റ് ജനപ്രതിനിധികളും ഇക്കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്, വിശദമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ ഈ സന്ദർഭത്തിൽ ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ തീർച്ചയായിട്ടും ഞാൻ കൂടി ഉണ്ടാകണം എന്നുള്ളതുകൊണ്ടാണ് ഞാനത് ക്രമീകരിച്ച് വന്നിട്ടുള്ളത്. ഇവിടെ എനിക്ക് ശേഷം സംസാരിക്കുന്ന പ്രിയപ്പെട്ട ജനപ്രതിനിധികളുടെ പ്രസംഗം കൂടി കഴിഞ്ഞാൽ ഔദ്യോഗികമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. സംഘാടക സമിതിക്ക് രൂപം കൊടുക്കണം, തുടർന്നുള്ള പ്രവർത്തനങ്ങളും തീരുമാനിക്കേണ്ടതാണ്. കണക്കാരിയിൽ വെച്ച് ഈ കലോത്സവം നടക്കുമ്പോൾ ഏറ്റവും ഭംഗിയായി ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി നമുക്ക് പരിശ്രമിക്കാൻ കഴിയണം. അതിനെല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നതിന് മാത്രമാണ് ഞാൻ ഈ സന്ദർഭത്തിലേക്ക്. നിങ്ങളെല്ലാവരും എല്ലാ കാലത്തും സഹകരിക്കുന്നവരാണ്. എവിടെ വെച്ച് കലോത്സവം നടന്നാലും എല്ലാവരുടെയും കൂട്ടായ പ്രയത്നത്തിലൂടെയാണ് എന്നും ഇത് വിജയിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും പലതരത്തിലുള്ള അപാകതകളും കുറവുകളും സംഭവിക്കാറുണ്ടെന്നുള്ളത് മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓർത്തിരിക്കേണ്ടതായ കാര്യമാണ്. കുറവുകൾ എങ്ങനെയൊക്കെ നടത്തിയാലും കുറച്ചൊക്കെ വരാം. പരമാവധി കുറവുകളില്ലാതെ, കുറ്റങ്ങളില്ലാതെ അതെല്ലാം കുറച്ചു കൊണ്ടുവരാൻ ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ നടത്തുവാനുമൊക്കെ പരിശ്രമിക്കുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ കുറവുകളൊക്കെ പരസ്പര സഹകരണത്തോടെ വിട്ടുവീഴ്ച ചെയ്ത് ഭംഗിയാക്കി മാറ്റുന്നതിനുള്ള, അതെല്ലാം അതിനതീതമായി ഈ കലോത്സവത്തെ കാണുന്നതിനുള്ള ഒരു സമീപനം എടുത്തുകൊണ്ട് ഭംഗിയായി കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. കാണക്കാരിയിൽ വെച്ച് നടക്കുമ്പോൾ ഇതൊരു ഗവൺമെൻറ് സ്കൂളാണ് എന്നുള്ള പരിമിതി കൂടുതലായിട്ടുണ്ട്. സാധാരണ പ്രൈവറ്റ് സ്കൂളുകളിൽ ഏറ്റെടുത്താൽ അവിടുത്തെ മാനേജ്മെൻറ്റും അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ സഹായങ്ങളൊക്കെ പല രീതിയിലും ലഭിക്കാൻ സാധ്യതയുണ്ട്. ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് വരുമ്പോൾ ജനങ്ങൾ തന്നെ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യമാണ് പൊതുവേ ഉള്ളത്. ഇപ്പോൾ സംഘാടക സമിതിക്ക് വളരെ വലിയൊരു ഉത്തരവാദിത്വമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഒരു സന്തോഷം എപ്പോഴും കണക്കാരി സ്കൂളിനെ കുറിച്ചുള്ളത്, മറ്റ് സ്കൂളുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു ഗവൺമെൻറ് സ്കൂൾ എന്ന നിലയിൽ ഒത്തിരി പരിമിതികളുണ്ടെങ്കിലും മാനേജ്മെൻറ്റ് സ്കൂളുകളെക്കാളും മെച്ചപ്പെട്ട നിലയിൽ നമ്മുടെ നിയോജകമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് സ്കൂൾ എന്ന മാതൃക ഈ സ്ഥാപനം എന്ന നിലയിലുള്ള ഒരു അംഗീകാരം കാണക്കാരി സ്കൂളിലുണ്ട് എന്നുള്ളത് ജനങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത് ഏറ്റവും വിജയപ്രദമാക്കുന്നതിന് സഹായകരമാകും എന്ന കാര്യത്തിൽ സംശയം. കാരണം ഇവിടെ സാധാരണ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ ഇതൊക്കെ ഒരു ക്യാമ്പസിൽ തന്നെ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷെങ്കിൽ അതിനൊക്കെ അതീതമായി ക്യാമ്പസ് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ അങ്ങനെ ഐക്യം നിലനിൽക്കുന്നത് കൊണ്ട് ബാക്കിയുള്ളവരും കൂടെ ഐക്യത്തിലേക്ക് പങ്കാളികളായാൽ ഏറ്റവും നല്ല വിജയമാക്കാൻ പറ്റും. ബാക്കിയുള്ളവരൊന്നും ഇവിടെ കലാപം ഉണ്ടാക്കിയാൽ അതും പിന്നെ നമ്മുടെ ഏറ്റവും വലിയ ഒരു ദോഷമായിട്ട് വരും. അതല്ലല്ലോ, നമ്മളെല്ലാം കൂടെ ചേർന്നാൽ ഭംഗിയായിട്ട് മാറ്റാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങളെല്ലാം നന്നായി ഇക്കാര്യത്തിൽ എപ്പോഴും സഹകരിക്കുന്ന പ്രിയപ്പെട്ടവർ എന്ന നിലയിൽ ഈ പരിപാടികളുടെ വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായി എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്നും അതോടൊപ്പം തന്നെ അഭ്യർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സഹകരണം